Disclaimer. This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. നിൽക്കുന്ന ഒരു കവല പ്രസംഗം പോലെ മനുഷ്യൻ എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ സോറി പറയണ്ട, എനിക്ക് ഇനി നിന്റെ സോറി വേണ്ട മോനെ, എട്ടായിട്ട് നീ മടക്കി അങ്ങ് വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സോറി പറയില്ല എന്നൊക്കെയാണ് ആ വേട്ടാവളിയൻ വെകിടൻ കിടന്ന് വിളിച്ചു കൂവിയത്. നോക്കണ്ട ഇയാളാ. ആ വെകിടന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത് എനിക്കിനി സോറി വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ആ വെകിടൻ അത് മനസ്സിലായില്ല, വീണ്ടും എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബോധമില്ലാത്തൊരു കിഴങ്ങൻ, ഒരു മണുകുണാഞ്ചൻ, അല്ലെങ്കിൽ ഒട്ടും വിവരമില്ലാത്തൊരു പോങ്ങൻ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വിവരം കെട്ട ആൾക്കാരെ നോക്കിയാണെന്ന് തോന്നുന്നു പുള്ളി റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടെയുള്ള ആൾക്കാർക്കും അതേ ബുദ്ധി തന്നെ ആയിരിക്കും. അതുകൊണ്ട് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പുള്ളിക്ക് ആരുമില്ല, കൂട്ടിനാരുമില്ല. എന്താ അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കാരണം പുള്ളിയുടെ പൈതൃകമല്ലല്ലോ എന്റേത്. നമുക്ക് ഇപ്പോൾ എന്താ പറയണ്ടേ, കുറച്ച് മാന്യതയുള്ള ബോധമുള്ള ആൾക്കാരാണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ ആ പൈതൃകത്തിന്റെ ജീനിന്റെ ഒരു ഗുണം നമ്മൾ കാണിക്കണം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. നമുക്ക് അതിനകത്തും പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ 50, അച്ഛൻ 50, അച്ഛൻ 50 എന്നാണ്. അപ്പോൾ 50 അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കൊക്കെ ഒന്നാണ്, പക്ഷെ പുള്ളിക്ക് 50 ആണ്. അപ്പോ ഞാനൊരു സിഗ്നൽ കാണിച്ചാൽ കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. തന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി കളിക്കും. പാറട്ടെ എന്തെങ്കിലും ഒന്ന് പറയണം തോന്നും. പുള്ളിയെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പുള്ളിയെ ഉണ്ടാക്കിയ പടച്ചോനും അല്ലെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല, എന്നാൽ എന്റെ ഒരു പേടി അങ്ങ് പോകും. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും നാണമില്ലല്ലോ. അടിയും കൊണ്ടേച്ച് ഇവിടെ നിന്ന് മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. ആ പരമനാറി എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് ഒരു താല്പര്യമില്ല. അതിനൊന്നും ഇല്ലേ. ഒരു മണ്ടൻ കുണുവാവ തന്നെയാണ്. ഒരു LKG കുട്ടനാണ്, ഒരു പോങ്ങനാണ്, ഒരു പോഴനാണ്, ഒരു വിവരം കെട്ടവനാണ്. ചെയ്യുന്നത് മാസാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം തന്നെ വിവരക്കേട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പോകുന്നു. ബൈ.